ഈ ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇറാൻ്റെ ഒരു പ്രധാന ആയുധമെന്ന് പറയുന്നത് ഹോർമുസാണ്. ഹോർമുസ് കടലിടുക്കിൽ 20% എണ്ണയുടെ കയറ്റുമതിയും മറ്റും നടക്കുന്ന വിനിമയം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒമാനും ഇറാനുമാണ് ഹോർമുസിൻ്റെ അതിർത്തികൾ പങ്കിടുന്നത്. ഇപ്പോൾ ഒമാനുമായി ചേർന്ന് പുതിയ ഒരു സമുദ്രപാത അത് തയ്യാറായി വരികയാണ് എന്നുള്ള ഇറാൻ്റെ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി അറിയിക്കുകയാണ്. ഈ നിർണായക ജലപാത പക്ഷേ ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്നും ടെഹ്റാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് നേരത്തെ പൂർണ്ണമായും സ്വതന്ത്രമായ പാതയായിരുന്നു, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇറാൻ വീണ്ടും. ഇന്നലെ ടെലഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ടെഹ്റാനും മസ്കറ്റും തമ്മിലുള്ള ചർച്ചകൾ അന്തിമരൂപം പ്രാപിക്കുന്ന ഘട്ടത്തിലാണെന്നും അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കുകയാണ്. നിലവിലുള്ള പാതകളിൽ നിന്ന് വ്യത്യസ്തമായി ഹോർമുസ് വഴിയുടെ പുതിയ സമുദ്രപാതയെക്കുറിച്ച് ധാരണയിലെത്തുന്നതിന് ടെഹ്റാനും മസ്കറ്റും വളരെ അടുത്താണ് എന്നും ആ വക്താവ് വ്യക്തമാക്കുകയാണ്. വടക്കൻ പാതയോ തെക്കൻ പാതയോ അല്ല, ഇരുപക്ഷത്തിൻ്റെയും പരമാധികാര അവകാശങ്ങളെ മാനിക്കുകയും ഇറാന്റെ ദേശീയ താൽപ്പര്യങ്ങളിലും സുരക്ഷയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാതയാണ് ഒരുങ്ങുന്നത്. നേരത്തെ പറഞ്ഞത് വിനോദ് അതുതന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇറാൻ്റെ പക്കൽ തുരുപ്പ് ചീട്ടുണ്ട്. ഒന്ന് ഹോർമുസ് തന്നെയാണ്, ഹൂതികളുടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ട്. മറ്റൊന്ന് ഗൾഫ് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുമ്പോൾ അവിടേക്ക് ആക്രമിക്കാനുള്ള അവരുടെ കരുത്തുണ്ട്. ഇതൊക്കെയാണ് ഈ അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നത്. ഇവിടെ ഹോർമുസിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറയുകയാണ് ഇറാൻ. അതുപോലെ തന്നെയാണ് ഈ ഹോർമൂസ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. കാരണം അവരുടെ തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ അവരുടെ വജ്രായുധം എന്ന് പറയാൻ കഴിയുന്നത് ഹോർമൂസ് തന്നെയാണ്. ഇറാൻ അവിടെ ഉപരോധിച്ചാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം. ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കണ്ടതും അതുതന്നെയാണ്. അവിടെയാണ് രണ്ടാമതൊരു പാതയെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചതും ഒമാൻ തീരത്ത് കൂടി അങ്ങനെ കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങിയതും. അതോടുകൂടിയാണ് ഈ 60 ദിവസത്തെ ഒരു സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായത്. അവരെ പ്രകോപിപ്പിച്ചത് ഇങ്ങനെ ഒരു സമാന്തര പാതയാണ്, ഒമാൻ തീരത്ത് കൂടിയുള്ള സമാന്തര പാത. ഈ ഹോർമൂസിൻ്റെ ഒരു എൻഡ്, അതായത് അതിലേക്ക് ഈ കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഭൂമിശാസ്ത്രപരമായി ശക്തിയുള്ള 2 രാജ്യങ്ങളാണ് ഇറാനും ഒരു വശത്ത് ഒമാനും. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഈ ഹോർമൂസിൽ വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ഒമാൻ്റെ നീക്കങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആണ്. ആ അപകടം ഇറാൻ തിരിച്ചറിയുന്നു എന്നത് തന്നെയാണ്. ഇറാൻ ആവശ്യപ്പെടുന്നത് ആ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന മുഴുവൻ കപ്പലുകളുടെ നിയന്ത്രണാധികാരം തങ്ങൾക്കായിരിക്കണം. അത് പങ്കുവയ്ക്കാൻ, ആ അധികാരം പങ്കുവയ്ക്കാൻ അവർ തയ്യാറല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചർച്ച, അതായത് ഇന്ന് വീണ്ടും ചർച്ച നടക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ഈ സമാന്തര പാതയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ പ്രധാന അജണ്ടയായി അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇറാൻ ഇതുവരെ മനസ്സ് തുറക്കാത്തത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ രണ്ടാമതൊരു പാതയെക്കുറിച്ച് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുമോ, അല്ലെങ്കിൽ അത് അനുവദിച്ചാൽ തന്നെ എന്തെല്ലാം ഉപാധികൾ മുന്നോട്ട് വയ്ക്കും എന്നതിലൊക്കെ തന്നെ വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മലാക്ക കടലിടുക്ക് പോലെ അവിടെ ചില ഫീസ് പിരിക്കുന്ന, അത് പിരിവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സംഭാവന എന്ന് പറയാം. കപ്പലുകൾ കടന്നു പോകുമ്പോൾ ആ കപ്പലുകൾ ഒരു തുക ഈ രാജ്യങ്ങൾക്ക് ഒരു സംഭാവനയായി നൽകുന്നു. മലാക്കയിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ തരത്തിൽ ഒരു നിർദ്ദേശം നേരത്തെ ഒമാൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ്. വരികയും പോവുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന തുക 2 രാജ്യങ്ങളും പങ്കിട്ടെടുക്കുക എന്നതാണ്. ഒരു വശത്തേക്കുള്ള തുക ഒരു രാജ്യത്തിനും മറ്റേ തുക അടുത്ത രാജ്യത്തിനും. ആ തരത്തിലുള്ളൊരു ധാരണയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ധാരണ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ഇറാൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല, ഇങ്ങനെ ഒരു ആശയവുമായി മുന്നോട്ട് വരേണ്ടതില്ല എന്ന കാര്യം ഇറാൻ അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യത്തിലാണ് വീണ്ടും ഇന്ന് ചർച്ച നടത്തുമെന്ന് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് എത്രമാത്രം പിന്തുണ ഈ ചർച്ചയ്ക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതിൽ സംശയം അവശേഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്, വി വിനോദാണ് വിശദമായി തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, മാറി നിൽക്കുകയാണ് അമേരിക്കയുടെ സമ്മർദ്ദം കാരണം. പക്ഷേ അവർ ഗാസയിൽ വീണ്ടും ആക്രമണം അതിശക്തമായി നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു സമാധാന കരാർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പദ്ധതിക്ക് പിന്നാലെയാണ് ഒന്നിലും പിന്നോട്ടില്ല എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ നീക്കം. തുടർച്ചയായ 2ാം ദിവസവും നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസയുടെ വടക്ക് തെക്ക് മധ്യമേഖലകളിൽ ഇസ്രായേൽ വിമാനങ്ങൾ കനത്ത ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പാർപ്പിട മേഖലകളിലേക്കും ആക്രമണം നടന്നു. ഖാൻ യൂനിസിലെ മവാസി മേഖലയിൽ നടന്ന ആക്രമണത്തിൽ മാതാപിതാക്കളും 9 വയസ്സുള്ള ഒരു കുട്ടിയും മരിച്ചത് അതീവ ദയനീയമായ വാർത്തയായി പുറത്തുവന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.